ഓരോ കൺട്രിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സ്ലൊവേനിയയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് ഒരു രാജ്യം മാറിപ്പോയി. ടേബിൾ. സോറി ഒന്നും കൂടെ കുഴപ്പമില്ല, കൂടി പ്ലീസ്. കണ്ടിന്യൂ ചെയ്തോ. വേണ്ട 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 വേണ്ട. ഹലോ, വെൽക്കം ടു ഹോം. സോ ഇതാണ് ഞങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്ന വീട്. ഇത് ജർമ്മനിയിൽ മ്യൂണിക്കിലാണ്, ബോഗൻ ഹൗസ് എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മുടെ ഈ വീടുള്ളത്. ഞങ്ങൾ ലാസ്റ്റ് ഒരു 4.5+ ഇയേഴ്സ് അല്ലേ, 4.5+ ഇയേഴ്സ് ആയിട്ട് ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വന്നൊരു ആദ്യത്തെ ഒരു 3 to 4 months നമ്മൾ ഇവിടെ അടുത്തൊരു വീട്ടിലായിരുന്നു താമസിച്ചത്. അതിന് മുന്നേ വേറൊരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പം എല്ലാം ഒരു ഷോർട്ട് ടേം സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ലൈഫ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതും ഞങ്ങളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു വീട്ടിലാണ്. ഒത്തിരി ഹാപ്പി മൊമെൻറ്റ്സും ഒത്തിരി സാഡ് മൊമെൻറ്റ്സും ഒത്തിരി ഇമോഷൻസ് കണ്ടിട്ടുള്ള വീടാണിത്. ഈവൻ ഇതൊരു റെൻ്റൽ അപ്പാർട്ട്മെൻ്റ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തംബ്നെയിലിൽ. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് ഈ വീട്. അറിയില്ല, ലൈക്ക് ഭയങ്കരമായിട്ട് ഈ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആയി. ഒത്തിരി എന്താ പറയുക, വെളിച്ചവും വെട്ടവും ഒക്കെ കയറുന്ന ഒരു വീടാണ്. ആൻഡ് ഇതിൻ്റെ ഏരിയയും ഒത്തിരി എല്ലായിടത്തുമായിട്ട് ഭയങ്കര ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ഭയങ്കര ക്ലോസ് ആണ്. ഞങ്ങളുടെ എന്താ പറയുക, അന്നുവിൻ്റെ കുഞ്ഞ് പ്രായം മുതൽ, അതായത് ഒരു 3.5 വയസ്സ് മുതൽ അടുത്ത മാസം അവൾക്ക് 8 വയസ്സാവും. 8 വയസ്സ് വരെ കണ്ടതും ഈ വീടാണ്. സോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇതൊരു 2,20,000 rupees നമ്മൾ റെൻറ്റ് കൊടുക്കുന്ന ഒരു വീടാണ്. ഇവിടുത്തെ രീതിക്ക് ഒരു 2,000 euros. അപ്പം അത് ആ ഒരു റേറ്റ് വെച്ചിട്ട് നിങ്ങൾ ഒത്തിരി വലിയതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇത് ഇവിടുത്തെ രീതിയിൽ എന്താ പറയുക, ഒരു ടിപ്പിക്കൽ ജർമ്മൻ അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ്, ഒത്തിരി പേരൊന്നും ഇല്ല. ഇവിടെ കൂടിപ്പോയാൽ ഐ തിങ്ക് ഒരു 15 to 16 ഫാമിലീസ് താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ആണത്. ഈ ഒരു രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റ്സിന് ഇവിടെ 3 Zimmer അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് 3 room അപ്പാർട്ട്മെൻറ്റ്, നോട്ട് ബെഡ്റൂം, 3 room അപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു ഹാള്, ഒരു ലിവിങ് റൂം, 2 ബെഡ്റൂം, കിച്ചനും വരുന്ന വീടുകളെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, അപ്പാർട്ട്മെൻറ്റ്സിന്. അപ്പം നാട്ടിലെ പോലെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ എല്ലാം ഒരു കോമൺ ബാത്റൂമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരൊറ്റ ബാത്റൂമേ ഉള്ളൂ, ഒറ്റ കോമൺ ബാത്റൂം. നാട്ടിൽ ഈ റേറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ കിട്ടുമായിരിക്കും. റെൻ്റ് ആണെങ്കിൽ പോലും ഇത്രയൊന്നും വേണ്ടി വരില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ രീതിക്ക് ഇതൊരു എന്താ പറയുക, ഒരു ആവറേജ് സൈസ്ഡ് ആയിട്ടുള്ള, പിന്നെ ഇവിടെ ഇതൊരു ആവറേജ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഇത്ര പേര് താമസിക്കുവാണെങ്കിൽ ഈ വീടിന് ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ മീറ്റർ വേണം എന്ന് പറഞ്ഞ റൂൾസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ഒരു വീട് എടുത്തിട്ട് അവിടെ ഇഷ്ടമുള്ള എല്ലാവർക്കും വന്ന് താമസിക്കാന്നുള്ള രീതി ഇവിടെ പറ്റില്ല. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര സൈസ്, വലിയ ആൾക്കാർക്ക് ഇത്ര സൈസ്, ഒരു കൊച്ചും കൂടെ ഉണ്ടെങ്കിൽ ഇത്ര സൈസ് വേണം ഒരു വീടിന് എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് റൂളുണ്ട്. എങ്കിൽ മാത്രമേ അവർ നമുക്ക് താമസിക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ തരുള്ളൂ ഈ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ ഒരു റൂൾ അനുസരിച്ച് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്നുണ്ട്. പിന്നെ ഇവിടെ മാത്രം കണ്ടിട്ടുള്ള ഒരു കഥയാണ്. ഇവിടെ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് ഈ വീട് കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരുന്നു. അതായത് ഞങ്ങൾ പുതിയതായിട്ടൊരു വീട് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഉടനെ കയറുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നാട്ടിൽ പോലും കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് കിച്ചൺ ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് ഇങ്ങനെ ഗ്രാനൈറ്റും ലൈക്ക് സ്ലാബൊക്കെ വാർത്തെല്ലാം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ഫുൾ എംപ്റ്റി, ജസ്റ്റ് വാള് മാത്രം ഉണ്ടായിരുന്നു വിത്ത് സ്വിച്ച് ആൻഡ് ലൈറ്റ്സ് പോലും ഇല്ല. അങ്ങനത്തെ രീതിയായിരുന്നു. കാര്യം ഇതിന് മുന്നേ താമസിച്ചിട്ട് ഇവർ മെയിൻ്റനൻസ് ചെയ്താണ് ഈ വീട് നമ്മൾ വരുന്നതിന് മുന്നേ ഫുള്ളായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് തന്നതാണ്. പക്ഷെ എല്ലാം കിച്ചൺ അല്ലെങ്കിലും ഇവിടെ കിച്ചൺ അവനവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വാങ്ങി ഫിറ്റ് ചെയ്യുന്ന ഒരിതാണ്. അതുകൊണ്ട് ഈ വീട്ടിലെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞങ്ങൾ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇട്ടേക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അതിനൊരു പ്ലസും മൈനസും ഉണ്ട്. കാര്യം ഓൾറെഡി സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയും എഫേർട്ട് ഇല്ല, അത്രയും കാശ് ചിലവില്ല. അതിനും കൂടെ ചേർത്ത് മേ ബി ഒരു 200 euros എക്സ്ട്രാ റെൻറ്റിൽ പോവായിരിക്കും. ബട്ട് നമ്മളിട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മളിതെല്ലാം ചെയ്യണമല്ലോ. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങൾ അവർ വാങ്ങിച്ചിടുമ്പോൾ അത് നമ്മളെന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും ഡാമേജ് പറ്റുമോ ഒക്കെ ചെയ്താൽ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആണ്, നമ്മൾ അതിന് ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും.
അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ഇതിപ്പോൾ നമ്മൾ തന്നെ വാങ്ങിച്ചിട്ടേക്കുന്ന സാധനമായിട്ട് നമുക്ക് സമാധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലും വരയോ വല്ല സ്ക്രാച്ചോ ഒന്നും വീണാലൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഇത് നമ്മൾ തന്നെ വാങ്ങി ഓരോന്നായിട്ട് വാങ്ങിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് ആണിത്. സോ നമുക്കിത് ഭയങ്കര എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ആയാലും നാട്ടിൽ പാരൻസിൻ്റെ വീടൊക്കെ ആണല്ലോ. അപ്പം ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വീട് ബാംഗ്ലൂരിൽ നമ്മളിതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിയാ, പക്ഷെ അത് അവിടെ നമ്മളൊരു 2 years ആണ് താമസിച്ചത്. പിന്നെ കോവിഡ് വന്നിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോയി. സോ ഇത് നമ്മൾ തന്നെ ഓരോന്നായിട്ട് വാങ്ങി നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ഞങ്ങളിവിടെ താമസിക്കുന്ന ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീട് കാണാം. ഫസ്റ്റ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കിഡ്സ് ബെഡ്റൂമാണ്. കിഡ്സ് ബെഡ്റൂമാണ്. ലൈക്ക് കിഡ്സ് ഇല്ല, ഒരു കിഡേ ഉള്ളൂ. സോ ആ കിഡിൻ്റെ ബെഡ്റൂമാണിത്. അതുകൊണ്ട് ഇതാണ് അനുവിൻ്റെ ബെഡ്റൂം. അനു സേ ഹായ്. ഹായ്. അനു ഈസ് ഡ്രോയിങ്. സോ ഇതാണ് അനുവിൻ്റെ ബെഡ്റൂം. ഇതാണ് അനുവിൻ്റെ ബെഡ്. ഇത് നമ്മൾ ഐക്യയിൽ എടുത്ത ഒരു എക്സ്പാൻഡബിൾ ബെഡാണ്. ഇത് ഇപ്പോൾ അവൾ മാത്രമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. വീഴാതിരിക്കാൻ വേണ്ടി ഈ സാധനമൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. യാ അത് അവൾക്ക് അത്ര ഇഷ്ടമല്ല. ഞങ്ങളൊരു സമാധാനത്തിനാണ് ഇത് വെച്ചേക്കുന്നത്, ഉരുണ്ട് വീഴുമെന്ന് പേടിച്ചിട്ട്. ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ച് ഇത് ചെയ്യാൻ പറ്റും. എനിക്കൊന്നും ഇപ്പം നാട്ടിൽ ഐക്യയിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ബെഡാണ്. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പാരൻസ്, നമ്മുടെ 2 പേരുടെയും പാരൻസ് വന്നപ്പോഴൊക്കെ അവർ ഈ ബെഡ്റൂമാണ് യൂസ് ചെയ്തത്. അവർക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കേർട്ടൻസ് ഒക്കെ ഇതൊക്കെ വാങ്ങി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടത്തെ ഒരു വെയിലിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ബിക്കോസ് നമുക്കിവിടെ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുപ്പിന് 4 മണിക്ക് തന്നെ ഫുൾ വെളിച്ചമായിരിക്കും. അപ്പോൾ ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ബ്ലൈൻഡ് കർട്ടൻസ് ഇട്ടിട്ടുണ്ട്. ഇതിനെന്താ പറയുക, ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെളിച്ചം വരില്ല. നമ്മൾ എല്ലാ റൂമിലും അത് ഇട്ടിട്ടുണ്ട്. ഇവളുടെ റൂമിൽ ഇങ്ങനെ ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഇതും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു സ്റ്റഡി ടേബിൾ ആൻഡ് ചെയർ ലെനു. ആൻഡ് ഇതിനകത്ത് തന്നെ ഡ്രോയേഴ്സ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് ഒരുപാടുണ്ട്. ഇവിടെ 2 മനുവിൻ്റെ ക്ലോത്ത്സാണ് വെച്ചേക്കുന്നത്. ആൻഡ് ഇത് ഫുൾ അനുവിൻ്റെ വാർഡ്രോബ്, അനുവിൻ്റെ ഫുൾ തിങ്സ് വെക്കാനുള്ള വാർഡ്രോബാണ്. ഇത് എനിക്കൊന്ന് ഇതാണ് നമ്മൾ ഈ വീട്ടിൽ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5-2 വർഷത്തിന് മുന്നേ വാങ്ങിച്ചത് ഇതാണ്. അതിന് മുന്നേ ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സാധനം നമ്മൾ റീസെൻ്റ്ലി വാങ്ങിച്ചാണ്. ഇത് അവളുടെ സ്കൂൾ തിങ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വെച്ചേക്കുന്നത്. ഏറ്റവും നല്ലൊരു സാധനവും പിള്ളേരുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന സാധനമാണ് ഡ്രോവേഴ്സ്. ഇതുപോലെ ഡ്രോവേഴ്സ് ഉണ്ടെങ്കിൽ ഇവരുടെ സ്കൂളിലെ സാധനങ്ങൾ ലൈക്ക് അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ആ സൈഡിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ ഡ്രോവേഴ്സ് ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ലൈക്ക് അത് ഞാൻ നാട്ടിൽ നമ്മളെപ്പോഴും ഒരു ഇത് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പം ഇനി ചെയ്യുമ്പോൾ നമ്മളാണെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കും. ലൈക്ക് ഇങ്ങനെ കുറേ സ്റ്റോറേജ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അല്ല അത്രയും നല്ലത്. അപ്പോൾ ഇവിടെ പാർട്ടി ഔട്ട്ഫിറ്റ്സ് ആൻഡ് ജാക്കറ്റ്സ് ഒക്കെ വെച്ചേക്കുക. ഇവിടെയും അവളുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള കുറച്ച്, അതായത് ഹെയർ ആക്സസറീസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, മോയ്സ്ചറൈസർ, സൺക്രീം, ഇതൊക്കെ വെക്കാനായിട്ടൊരു സ്ഥലം. ഇവിടെ അതുപോലെ തന്നെ ബാക്കി ക്ലോത്ത്സ്, ഇവിടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു പ്ലേസ്, സോക്സ്, അതെല്ലാം. അപ്പം ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ വെച്ചേക്കുന്ന എല്ലാം അവളുടെ ടോയ്സ് ആണ്. ഇവിടെ വന്നതിന് ശേഷം അവൾ വാങ്ങിക്കൂട്ടിയ ടോയ്സ്. അവളും അവളുടെ പപ്പായും കൂടി വാങ്ങിച്ചു കൂട്ടിയ ടോയ്സ് ആണ് ഇത് മൊത്തം. അതാണ് ഇവിടെ വെച്ചേക്കുന്നതെല്ലാം. ആൻഡ് അവളുടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അവൾക്കൊരു കൂളറല്ല, ഫാനുണ്ട്, ടവർ ഫാൻ, അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒന്നും സീലിങ്ങിൽ ഫാനില്ല, പകരം ലൈറ്റാണ്. ബിക്കോസ് ഇതൊരു കോൾഡ് കൺട്രി ആണല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ നമുക്ക് AC ഇല്ല, പകരം ഹീറ്ററാണ് എല്ലാ റൂമുകളിലും. ഹീറ്റർ ഞാൻ നാട്ടിലൊക്കെ വിളിക്കുമ്പോൾ ആൻഡ് ഫാൻ ഹിയർ, നാട്ടിലൊക്കെ വിളിക്കുമ്പോൾ ചൂടാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും AC എങ്ങാനും വാങ്ങിച്ച് വെച്ചാൽ പോരെ എന്ന് പറയും. പക്ഷേ ഇതൊരു കോൾഡ് കൺട്രി ആണല്ലോ. അപ്പം പൊതുവെ ഇപ്പോഴാണ് ഇവിടെ ഭയങ്കര ചൂടൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഹീറ്ററാണ് അവർ കൂടുതൽ ഇത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ AC കൊടുക്കുന്ന പോലെ അവർ. India is not this hot. But how is India like 46 degrees? No.
But I saw Just kind it of on 38. Google. I saw it on Google. Not that much. India is having actually very nice climate. Very nice weather. Very Not like here. tropical climate, hot and humid. Yes. Yeah, it's very nice Good. there. Nice climate. Yeah. India promote it. ഇല്ലെങ്കിൽ ശരിയാവില്ല. അതായത് ഇവിടെ ചൂട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് നാട്ടിൽ എന്ത് ഭേദമായിരുന്നു. ഇവിടെ ചൂട് വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും പെട്ടുപോയി. ആരും ഇവിടെ AC വെക്കാനില്ല, ഫാൻ ആണെങ്കിൽ പോലും മറ്റേ സീസൺലി വരുന്ന ഒരു സാധനം പോലെയാണ് കടയിൽ. ചെന്ന് നോക്കുന്നതിന് മുന്നേ എല്ലാം തീർന്നു പോകും. നമുക്ക് ഓൾറെഡി ഫാൻ ഉണ്ട്, അപ്പോൾ ഫാനും വെച്ച് ജനലും തുറന്നിട്ടാലും അയ്യോ ചൂടെടുക്കുന്നതെന്നുള്ള അവസ്ഥയായിരുന്നു. തണുപ്പ് വരുമ്പോൾ നേരെ തിരിച്ച് ഭയങ്കര തണുപ്പ്, അപ്പോൾ ഹീറ്ററൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫെസിലിറ്റി അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൂട് വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് ഈ ട്രാമിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ട്രാമിലും ഉണ്ടെന്ന് തോന്നുന്നു, ബസ്സിലും ഒക്കെ ചെറിയൊരു കൂളർ പോലത്തെ ഒരു സാധനമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ചൂടൊക്കെ ഭയങ്കര ഹീറ്റ് വേവ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു ഇത്തവണ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ യൂറോപ്പ് ചുട്ടുപൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഇത്തവണയാണ് ഭയങ്കര എക്സ്ട്രീം ആയിരുന്നത്. ഇതിപ്പം അനുവിൻ്റെ റൂം കയറി വന്ന ഉടനെ ലെഫ്റ്റ് സൈഡിൽ ഇതൊരു ഹാൾ വേ ആണ്. അതായത് ലിവിങ് ആയിട്ടല്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എല്ലാ റൂമും കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു വേ ആണിത്. ഇവിടെ നമ്മൾ ചെറിയൊരു രീതിയിൽ കുറച്ച് സാധനങ്ങൾ, അവളുടെ ബുക്സൊക്കെയാണ് കൂടുതലും വെച്ചേക്കുന്നത്. പിന്നെ കീ, പിന്നെ കുറച്ച് സാധനങ്ങൾ, അങ്ങനെ വലുതായിട്ടൊന്നും ഡെക്കറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ചെടി ഇവിടെ ഇരിപ്പുണ്ട്. അത് വേറെ അധികം വെയിൽ കൊണ്ടപ്പോൾ അത് വാടിപ്പോയത് കൊണ്ട് ഞാൻ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ വെച്ചു. ഇനി ഒരുപാട് സ്ഥലം വേണം, ബാക്കി എവിടെ വെച്ചാലും ഒന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മൂല കറക്റ്റായിട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വെച്ചു. ബട്ട് ഇത് ഞാൻ മാറ്റും. ഈ ഭാഗത്തുള്ള എല്ലാം ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ താഴെയും അനുവിൻ്റെ കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ടോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ബുക്സ്, അവളുടെ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ ഇങ്ങനത്തെ ഫോൾഡേഴ്സ് ഒരുപാടുണ്ട്. അതൊരു 4-5 എണ്ണം ഉണ്ട്. എല്ലാം അവളുടെ ആർട്ട് സാധനങ്ങളൊക്കെ നമ്മളിത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് കുഞ്ഞിലേ മുതലുള്ളതെല്ലാം അവർ തരും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വരയും, എല്ലാ ചെറിയ പീസ് വരെ അങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഹോൾവേ. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ പറയുക, ഷൂസ്, ഈ ഭാഗം മുഴുവൻ ഷൂസും, ഈ ഭാഗത്തൊക്കെ നമ്മൾ ജാക്കറ്റ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്, നമുക്ക് പോകുന്നതിന് മുന്നേ റെഡി ആയിട്ട് വന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു മിററുണ്ട്. സോ എത്ര ഫോട്ടോ എടുത്തിട്ടില്ല അധികം, ബിക്കോസ് മോസ്റ്റ്ലി ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഫോട്ടോസൊന്നും മിറർ ഫോട്ടോസ് ഇപ്പം നാട്ടിലത് ഭയങ്കര ട്രെൻഡാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഒരു മിറർ ഇങ്ങനെ കീപ്പ് ചെയ്യും, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കണക്കിന് ഫുൾ മിറർ. ഞാനത് കണ്ടിട്ടുണ്ട് കുറേ റീൽസിലൊക്കെ. അപ്പോൾ അതാണ് ഈ ഒരു ഹാൾവേന്ന് ഈ റൂമിലോട്ട്, ആ റൂമിലോട്ട്, ഹാളിലോട്ട്, കിച്ചണിലോട്ട് ഇവിടെ നിന്ന് എൻട്രൻസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇവിടെ അന്നു ഇവിടെ ഉണ്ട്. അതിനിടയ്ക്ക് ഇവിടെ വന്ന് കിടന്നു അന്നു ടെലിപ്പോർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കയറുമ്പോൾ എന്താ പറയുക, നേരെ നമ്മുടെ ഇവിടുത്തെ പുറത്തോട്ടുള്ള വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. പിന്നെ ഇവിടെ ഒരു ഡ്രോയറുണ്ട്. ഇത് ഫുള്ള് നമ്മുടെ ഗാഡ്ജറ്റ്സും വാച്ചസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്. ഇത് എൻ്റെ ഓഫീസ് ടേബിളാണ്. ആൻഡ് ബെഡിലും ഇതുണ്ട്, എന്താണ്, സ്റ്റോറേജ് ഉണ്ട്. ഇങ്ങനെ ഫുൾ ഇവിടെ വലിച്ചു കഴിഞ്ഞതിനകത്തും ക്ലോത്ത്സ് ഉണ്ട്. ആൻഡ് ഇവിടെ എൻ്റെ ബെഡ് സൈഡ് ടേബിൾ. ആൻഡ് ഇവിടെ ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള വാർഡ്രോബ്, ക്ലോത്ത്സ് എല്ലാം ഹാങ് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ എൻ്റെ എന്താ പറയുക, മേക്കപ്പ് ഐറ്റംസൊക്കെ വെക്കുന്നതൊക്കെ ഇവിടെയാണ്. അത് ഈ ഡ്രോവേഴ്സൊക്കെ 3 എണ്ണം ഞാൻ എക്സ്ട്രാ പറഞ്ഞ് ഇങ്ങനെ വെപ്പിച്ചതാണ്. ലൈക്ക് എനിക്കിങ്ങനെ ഡ്രോവേഴ്സ് വേണം ഭയങ്കര, അത് ഇങ്ങനെ വെക്കുമ്പോൾ രസമാണ് ചുമ്മാ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും. അവിടെ അഖിലിൻ്റെ ബെഡ് സൈഡ് ടേബിൾ ആൻഡ് തിങ്സ്, ഗാഡ്ജറ്റ്സ് എല്ലാം ഇരിക്കുന്നത് ഈ സൈഡും. ഇവിടെ ഞങ്ങൾ ഈ സൈഡ് അഖിലിനും ഈ സൈഡ് എനിക്കും, അങ്ങനെയാണ് ബെഡ്റൂമിൽ. സോ അങ്ങനെ ഇത് ഒരു ചെറിയ അന്നുവിൻ്റെ റൂമിൽ പുതിയ വാർഡ്രോബ് വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ അവളുടെ ഓൾറെഡി ഉണ്ടായിരുന്നത് ഈ ഒരു ചെറിയ ഒരു കബോർഡാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ മറ്റേ യൂസ്ഡ് ക്ലോത്ത്സും ലോണ്ട്രിയുടെ സാധനങ്ങളൊക്കെ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ കൊണ്ടുപോയി വാഷ് ചെയ്യും. ഇവിടെയും വെച്ചിട്ടുണ്ട്. അത് ബാത്റൂമിൽ ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതാണ് നമ്മുടെ ബെഡ്റൂം. ഐ തിങ്ക് ഇത്രേ ഉള്ളൂ ബെഡ്റൂമിൽ. ഞങ്ങളുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇവിടെ പിന്നെ നമ്മുടെ ബാത്റൂമാണ്. ഒരൊറ്റ ബാത്റൂമാണ് ഈ വീട്ടിനകത്തുള്ളത്. സോ ഇതാണ് നമ്മുടെ ബാത്റൂം.
മോസ്റ്റ്ലി ഇവിടെ ഡ്രൈ ഏരിയ ആണ് കൂടുതൽ, ബിക്കോസ് നമുക്ക് ഇവിടെ നാട്ടിലെ പോലെ ഷവർ അല്ല, ബാത്ത് ടബാണ്. ഇവിടുത്തെ പഴയ രീതിയിലുള്ള ബാത്ത് ടബാണ് ഇവിടെ, വൈറ്റ് ബാത്ത് ടബ്. ബട്ട് പുതിയതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ വാങ്ങി വെച്ചതാണ്. വാഷിംഗ് മെഷീനും ഈ സാധനങ്ങളും എല്ലാം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫുണ്ട്, മിററോടുകൂടിയുള്ളത്. ഇതാണ് നമ്മുടെ ബാത്റൂം. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ ഇത് ലിവിങ് റൂം, ഹാർട്ട് ഓഫ് ദിസ് ഹൗസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ കൂടുതൽ സമയം ഇവിടെ ആയിരിക്കും. അതായത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാനായിട്ടിരിക്കുന്നതും, അന്യമായിട്ടിരുന്ന് പടം വരയ്ക്കുന്നതും, ഫുഡ് കഴിക്കുന്നതും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതും, ഡിസ്കസ് ചെയ്യുന്നതും എല്ലാം. ബിക്കോസ് ഇവിടെയാണ് അഖിലിൻ്റെ ഓഫീസ് ടേബിൾ ഉള്ളത്. അപ്പം വർക്കിംഗ് ഡേയ്സിൽ വീട്ടിലുള്ള സമയത്ത് അതെ നമ്മളിവിടെ ഇരുന്ന് ഞാനിവിടെ ഇരിക്കും, കാലം നീട്ടി വെച്ച് അവിടെയൊക്കെ അവിടെ പേരിനൊരു വർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിലും മീറ്റിംഗ് അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഈ സൈഡിൽ ഞാൻ ഇരിക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ഇത് ചെയ്യും. ആൻഡ് ഇനി പുറത്ത് കാണിച്ചിട്ട് നമുക്ക് കിച്ചൺ കാണിച്ചാലോ? ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ. ഇതിന് 6 ചെയറുണ്ട്. 2 ചെയർ നമ്മൾ അവിടെ ഇട്ടേക്കോ, ബിക്കോസ് നമുക്ക് 4 ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെ സ്പേസ് കുറച്ച് കൂടുതൽ പോകുന്നത്. പിന്നെ ഇതെൻ്റെ CC പ്ലാന്റ്. ഇത് നമ്മുടെ വിൻഡോ. ഇവിടെ ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് അവർ ബാൽക്കണി. ഇതങ്ങനെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ബാൽക്കണിയൊന്നും അല്ല, ബിക്കോസ് പ്ലാൻസ് ഒക്കെ കുറേയൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ വർക്കൗട്ട് ആയില്ല. നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകും, അപ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞ് പോകും. വീണ്ടും കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ നടും. ആകെപ്പാട് ഇവിടെ മര്യാദയ്ക്ക് പിടിച്ച കുറച്ച് കൊറിയാണ്ടറും മറ്റേ ഇത് മിൻറ്റുമാണ്. മിൻറ്റ് അമ്മയാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ നട്ടത്. അതുപോലെ പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ചു വന്ന സാധനങ്ങളൊന്നും ഇല്ല. അധികം അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ പൂച്ചെടി ആ പരിപാടികളൊന്നും എന്താണെന്നറിയില്ല, ഞാൻ നട്ടിട്ടൊന്നും അങ്ങനെ വർക്കൗട്ട് ആവുന്നില്ല. ഇതൊരു ചെറിയ ബാൽക്കണിയാണ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ദേ ആ കാണുന്നതാണ് നമ്മുടെ, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ഏരിയയുടെ. ആ കാണുന്നതാണ് നമ്മുടെ ട്രാം സ്റ്റേഷനും ബസ് സ്റ്റോപ്പും എല്ലാം അവിടെയാണ്. അന്നു വന്ന സമയത്ത്, അതായത് അന്നു 3.5 വന്ന സമയത്ത് കിൻഡർ ഗാർഡനിലാണ്. അവളുടെ കിൻഡർ ഗാർഡൻ ദേ ആ കാണുന്നതായിരുന്നു. ലൈക്ക് ആ ഒരു ഓറഞ്ച് കളറിൽ ഇപ്പം കൺസ്ട്രക്ഷൻ നടക്കുന്നത് ആയിരുന്നു അവളുടെ കിൻഡർ ഗാർഡൻ. അപ്പം ആലോചിച്ച് നോക്ക്, അത്രയും എളുപ്പത്തിലാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്മിഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് ഇങ്ങോട്ട് ഓടിപ്പോയാണ് അഡ്മിഷൻ എടുത്തത്. അവരിങ്ങനെ ടൈം തരുമല്ലോ, ഇന്ന് വന്നാൽ കാണും, ഇന്ന് വൈകിട്ടായാൽ പിന്നെ അവർ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി അവിടെ ചെന്നാണ്. അവിടെ ആയിരുന്നു അവളുടെ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തെ കിൻഡർ ഗാർഡൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരവിടെ കൺസ്ട്രക്ഷൻ പഴയ ബിൽഡിംഗ് ആയി എത്രയോ വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ തന്നെ അതിനെ പൊളിച്ച് വേറെ അത് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഷിഫ്റ്റ് ചെയ്യുന്നതാണിത്. അപ്പം ഇതാണ് അവൾ പിന്നെ 1 വർഷം പോയ കിൻഡർ ഗാർഡൻ. ഇവിടുത്തെ കാലം അവിടെ കുറച്ചുകൂടെ നൈസായിരുന്നു, നൈസ് വൈബൊക്കെ ആയിരുന്നു, കുറച്ച് ചെടിയും അതൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ 1 വർഷം, ജസ്റ്റ് 1 വർഷം പോയി. ഇത് ചേർച്ചിൻ്റെ ഒരു കിൻഡർ ഗാർഡനാണ്. പിന്നെ ലക്കിലി അന്നുവിൻ്റെ സ്കൂള് ആ കാണുന്നതാണ്. അതെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആ കാണുന്ന ഗ്രീൻ കളർ ബിൽഡിംഗ് ആണ് അന്നുവിൻ്റെ സ്കൂള്. അതായത് ആദ്യമൊക്കെ നമ്മൾ കൊണ്ടാക്കും, ഇപ്പം അന്നു നടന്നു പോവും, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കും. അന്നു കയറിപ്പോയി ഡോറ് തുറന്ന് ഉള്ളിൽ കയറുന്നവരെ എനിക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ചെടിയുള്ള സമയത്ത് കുറച്ചൊന്ന് ഇതാവുന്നെങ്കിലും വിൻ്റർ സമയത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഈ മറ്റേ എന്താ പറയുക, ഇലയൊന്നും കാണത്തില്ലല്ലോ ചെടിക്ക്. അപ്പം ഫുള്ള് ക്ലിയർ ആയിട്ട് അവൾ അകത്ത് കയറി പോകുന്നവരെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ സമയം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് വരുന്ന സമയത്തും അതുപോലെ 4:30 അവളുടെ തിരിച്ച് വരാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ 4:30 അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം ഞാനിവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഇറങ്ങിയിട്ട് അവൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ ഇന്ന് ക്രോസ് ചെയ്യേണ്ട, ഇപ്പം ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത് അവർക്കും കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവൾ വീട്ടിൽ വരുന്ന ഈ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നവരെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. സോ അതുമല്ല ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ പിള്ളേരും ഒറ്റയ്ക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ നാട്ടിലെ ഒരു 10, എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷം 20 വർഷം മുന്നേയൊക്കെ ഞാനും ഒക്കെ സ്കൂളിൽ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒത്തിരി ദൂരെയായിരുന്നു എൻ്റെ സ്കൂള്, ബസ് കയറിയൊക്കെ പോകണമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്ക് 10 വയസ്സ്. ഇന്ന് അന്നുവിനെ അങ്ങനെ വിടുമോ നാട്ടിൽ, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും അങ്ങനെ വിടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പം എൻ്റെ സ്കൂളിലോട്ട് നല്ല ദൂരമുണ്ട്, 2 ഡിസ്ട്രിക്റ്റാണ്, എന്നിട്ട് പോലും ബോർഡറിനടുത്ത്. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. Oh, but if you're wondering where I got this, then check out my video. Yeah, I have a YouTube channel. What is its name? Andy's Happy World. Andy's Happy World.
ഇപ്പം ഇന്ത്യൻ സ്വീറ്റ്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ലത് കിട്ടും, ഇന്ത്യൻ സ്റ്റോറിൽ ചെന്ന് വാങ്ങണം. അപ്പോൾ അവളിപ്പോൾ ബർഫിയും മറ്റേ മൈസൂർ പാക്കൊക്കെയാണ് ഫേവറേറ്റ് തിങ് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇവിടെ പിള്ളേരൊക്കെ ഒറ്റയ്ക്ക് പോവുകയും വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രശ്നമുള്ള കാര്യമല്ല ഇവിടെ സോഫാർ. സോ ഇവിടെയാണ് നമ്മൾ തുണിയൊക്കെ അലക്കാനിടുന്നത്. പിന്നെ എന്താ, ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഓഫീസിലോട്ടൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് വന്നിറക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കാം. ഞാൻ പോയിട്ട് വരുമ്പോൾ അഖിലും അഖിൽ പോയിട്ട് വരുമ്പോൾ ഞാനും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കും. ഒരു പ്രശ്നം, ഈ ഡോർ അടഞ്ഞു പോകാതെ നോക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സേഫ്റ്റിക്ക് അവിടെ എടുത്ത് വെച്ചേക്കും. ആൻഡ് ബസ് വരുന്നുണ്ടോ, അതാണ് ബസ് സ്റ്റോപ്പ്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അത്ര അടുത്താണ് ബസ് സ്റ്റോപ്പിൻ്റെ. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ടിട്ടാണ് നമ്മൾ കാർ ജേണി ആണ് നമ്മൾ അവിടെ നാട്ടിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം നമുക്കെല്ലാം കാറായിരുന്നു നമ്മുടെ സെക്കൻഡ് ഹോം. വിഷമം വരുമ്പോൾ വരെ അതും എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോകും. നമുക്ക് രണ്ടുപേർക്കും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അന്യൂനും കാറെന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരുപാട് റോഡ് ട്രിപ്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോവും. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ സിസ്റ്റർ അവിടെയാണ്, അവിടെ പോവും. അപ്പോൾ നമ്മളെല്ലാം കാറായിരുന്നു ബാക്കി യൂസ് ചെയ്യണതിനേക്കാളും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇനിഷ്യൽ ഡേയ്സിൽ നമുക്ക് ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലം കിട്ടിയപ്പോൾ ട്രാം, ബസ്, എയർപോർട്ടിൽ പോകാൻ എല്ലാത്തിനും നമുക്ക് ഇവിടെ നിന്ന് കണക്ടിവിറ്റി ഉണ്ട്. സോ നമ്മൾ ഭയങ്കരമായിട്ട് അതുമായിട്ട് അങ്ങ് അഡിക്റ്റഡ് ആയിപ്പോയി. ആൻഡ് ഓൾസോ നമുക്കിവിടെ കുറേ നടക്കുകയും ചെയ്യാമല്ലോ. പിന്നെ കാറുണ്ടെങ്കിലും നടക്കണം, കാര്യം എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഭയങ്കര രസമായിരുന്നു ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു കണക്ടിവിറ്റി. നമുക്ക് വീട്ടിൽ നിന്ന് വന്ന സമയത്തേക്കും അവരും പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഇത്രയും എളുപ്പത്തിൽ എല്ലായിടത്തും പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്, അങ്ങനെ വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ലൈക്ക് അങ്ങനെ പറയണ്ടായിരുന്നില്ല. എല്ലായിടത്തും പോകാൻ ഭയങ്കര ഈസി, എന്തായാലും ആരായാലും ഇങ്ങനെ ഉള്ള സ്ഥലം കിട്ടിയാൽ കാറൊന്നും എടുക്കത്തില്ല എന്ന്. അങ്ങനെ നമ്മൾ യൂസ്ഡ് കേട്ടോ. പിന്നെ ദൂരോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഐസൊക്കെ എടുത്ത് പോകും. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ടൊക്കെ വരും അല്ലേ. ആൻഡ് അധികം സെറ്റ് ചെയ്യാത്ത ഒരു എന്താ പറയുക, ഒരു ബാൽക്കണിയാണിത്. ഒരു ട്രാം കൂടെ വന്നിരുന്നേ കൊള്ളായിരുന്നു. അതെ, ഒരു ട്രാമും കൂടി വന്നിരുന്നെങ്കിൽ ട്രാമൂടെ കാണിക്കായിരുന്നു. സോ നെക്സ്റ്റ് ഈസ് അഖിൽസ് ഓഫീസ് ടേബിൾ വിത്ത് എ ബിഗ് സ്ക്രീൻ. എൻ്റെ അതിനകത്ത് വേറെ 2 സ്ക്രീനുണ്ട്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇവിടെ ഇതുവഴി ഇപ്പം ഞാൻ കയറിയത് നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്ന് ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ കിച്ചൺ ഇവിടെ 2 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇതൊരു കിച്ചൻ്റെ ഇതൊരു നോർമൽ കിച്ചൺ. ഇവിടെ മിക്കവാറും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആൻഡ് കിച്ചൻ്റെ കഥ പറയുമ്പോഴാണ്, ക്യാൻ യു ഇമാജിൻ, നമ്മൾ ഈ വീട്ടിലോട്ട് മൂവ് ചെയ്തോ, ഇവിടെ കിച്ചൺ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതായത് ഒന്നുമില്ല, ജസ്റ്റ് വാള് മാത്രമുണ്ട്, ഒന്നുമില്ല, സ്ലാബില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഈ 2 വാള് മാത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു റൂമും. ആ ലൈറ്റ് നമ്മൾ ലൈറ്റ് ഇട്ടു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു എന്താ പറയുക ഹീറ്ററും ഉണ്ട്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഒരു ചെറിയ കാര്യം, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്ത് പ്ലാൻ ചെയ്ത് വരും, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. അതായത് ഈ 3 യൂണിറ്റ് ആയിട്ട് കിട്ടും. ഒരു യൂണിറ്റ് ഫ്രിഡ്ജിൻ്റെ, ഒരു യൂണിറ്റ് ഈ വാഷ് ബേസിൻ്റെ, ഡിഷ് വാഷിങ് ബേസിൻ്റെ, ലൈക്ക് വാഷ് ബേസിൻ്റെ, ആൻഡ് പിന്നെ ഒരെണ്ണം ഗ്യാസ് സ്റ്റൗവിൻ്റെ. അതൊരു കോയിൽ സ്റ്റൗ ആയിരുന്നു. അതായത് ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഹീറ്റ് ചെയ്യണേ കാണാൻ പറ്റും. അത് നമ്മൾ ആദ്യം തന്നെ വാങ്ങി വെച്ചു, ബിക്കോസ് നമുക്ക് മറ്റേനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് അത് വാങ്ങി വെച്ചിട്ട് അതിലായിരുന്നു നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറേ ദിവസം അതിലോടി. ബട്ട് നമ്മളത് ടെമ്പററി ആയിട്ട് ചെയ്താണ്. നമുക്കൊരെണ്ണം പറ്റിയ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സമയം എടുക്കുമല്ലോ. അപ്പം വന്നതല്ലേ ഉള്ളൂ, അറിയാമല്ലോ, ഒരു കൺട്രിയിലോട്ട് മൂവ് ചെയ്തിട്ട് സെറ്റിലിംഗ് ടൈം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പതുക്കെ ഓൾമോസ്റ്റ് ഇതൊരാളെ കൊണ്ടുവന്ന് ഐക്യയിലൊക്കെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് ആളെ വന്ന് ഇവിടെ അളവൊക്കെ എടുത്ത് അങ്ങനെ സ്ലോലി ഞങ്ങളെല്ലാം ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഞങ്ങളുടെ കിച്ചണാണ് ഇത്. അപ്പോൾ ഈ ഒരു കിച്ചണാണത്. ഇവിടെ എന്താ ബേസിക് എല്ലാ കിച്ചണിലും ഉള്ള പോലെ തന്നെ ഡിഷ് വാഷർ, കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എന്താ പറയുക മറ്റേ ഗ്രിൽ ഓവനാണ്. ഇവിടെ വേസ്റ്റ് ഇടുന്നത്, വാഷ് ബേസിൻ, പിന്നെ ഒരു ഡ്രോയർ, ഇവിടെ ബാക്കി സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മുടെ യൂഷ്വൽ ചോപ്പറുണ്ട്. ഇപ്പോൾ ചോപ്പറില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥയാണ്. ചോപ്പർ കം ഗ്രൈൻഡർ മെഷീൻ, മിക്സർ മെഷീൻ അതുണ്ട്. മറ്റതുണ്ട്, സാധാരണ ജ്യൂസറുണ്ട്, പിന്നെ കട്ടിംഗ് ബോർഡ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് തിങ്സ്. പിന്നെ ഫ്രിഡ്ജ്
ഫ്രിഡ്ജ് ഇതുപോലെ നമ്മൾ ആദ്യം അതിൻ്റെ തന്നെ ഫ്രിഡ്ജ് യൂസ് ചെയ്തു, പിന്നീട് നമ്മൾ സ്ലോലി വാങ്ങിയാണ്. കുറച്ച് ദിവസം എടുത്തിട്ട് നമ്മൾ വാങ്ങിയാണ് ഈ ഫ്രിഡ്ജ്. വാങ്ങിയപ്പോൾ ഒരു വലിയ ഫ്രിഡ്ജ് മേടിച്ചു. അത് ഞങ്ങൾ പോയ കൺട്രീസിലുള്ള എല്ലാ കൺട്രീസിൽ പോകുമ്പോഴും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ മാഗ്നറ്റൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്ന ഇടയ്ക്ക് തോന്നിപ്പോവും. അപ്പം ഓരോന്നിനും ഓരോ സ്റ്റോറീസ് ഉണ്ടെന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റ് വാങ്ങുന്നതാണെങ്കിലും അതിന് പുറകിൽ കുറേ കഥകളുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്നതും മാഗ്നറ്റ് വാങ്ങുന്നൊക്കെ ഇട്ടിട്ടുണ്ട് കുറേയൊക്കെ വീഡിയോസൊക്കെ. ഇതൊരു വെറൈറ്റി മാഗ്നറ്റാണ്. ഇത് ഒരു സ്ഥലത്ത് പോയ മയോർക്ക, അതൊരു സ്പെയിനിലെ ഒരു ഐലൻഡാണ്. അവിടെ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത മണ്ണാണിത്. അപ്പോൾ മണ്ണെടുത്ത് ഇട്ടേക്കുന്ന ഒരു ചോന. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ എൻ്റെ കുറേ ഇതിൽ സ്പെഷ്യൽ റീസെൻ്റ്ലി വാങ്ങിച്ചത് ഈ ഒരു സാധനം. ഇത് നമ്മൾ യൂഷ്വൽ മാഗ്നറ്റ് വാങ്ങാണ്ട് നമ്മൾ ഒരു ഹാൻഡ് മെയ്ഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒറിജിനൽ ഗ്ലാസ്, ഞാൻ കൈ പിടിച്ചിട്ട് ഞാൻ തന്നെ വേണു, ഗ്ലാസ് ആയിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ ബ്ലൂ കളറിൽ ഒരെണ്ണം വാങ്ങിയത്. അത് ഭയങ്കര ആണിത് സെൻറ്ററിൽ വെച്ചേക്കുന്നത്. മുറാനോ ഗ്ലാസ്, ഞാൻ മറന്നുപോയി, അപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു. അതുപോലത്തെ ആ ഒരു മാഗ്നറ്റ് ആണത്. ഇത് റീസെൻ്റ്ലി ഇത് സാധാരണ ഇവിടെ ജർമ്മനിയിലെ നെയ്ബേഴ്സൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ശബ്ദം ഉണ്ടാക്കിയാൽ വഴക്ക് പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ പോലീസിനെ വിളിക്കും എന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഭയങ്കര പ്രശ്നമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ജർമ്മനിലെ ആൾക്കാരും കുറച്ച് റഫ് ആൻഡ് ടഫാണ് എന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ നെയ്ബേഴ്സ് എല്ലാവരും ഭയങ്കര നൈസാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല. ടച്ച് വുഡ്, അതവിടെ വുഡില്ലേ, അപ്പോൾ ടച്ച് വുഡ് ഞങ്ങളുടെ നെയ്ബേഴ്സ് എല്ലാം ഭയങ്കര നല്ലതാണ്. ഒത്തിരി ഫ്രണ്ട്ലിയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ബെല്ലടിച്ച്, ഇടയ്ക്കിടയ്ക്കെന്ന് വെച്ചാൽ മന്ത്ലി ഒരു 2 or 3 വന്ന് ബെല്ലടിച്ചിട്ട് ഒരു എന്തെങ്കിലും സ്വീറ്റ് സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്ന് തരും. പിന്നെ അപ്പുറത്ത് വേറൊരു ക്രൊയേഷ്യ, ഈ പറഞ്ഞ പുള്ളിക്കാരത്തി ജർമ്മനാണ്, പിന്നെ വേറെ പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് ചൈനീസ്. അപ്പം അവരൊരു രസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനൊക്കെ വിളിക്കും, വീട്ടിൽ ബർത്ത്ഡേ അങ്ങനെ ഇങ്ങനെ. ഞാനും എന്തെങ്കിലുമൊക്കെ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പറ്റും. ബട്ട് അവരുടെ ബേക്കിംഗ് ആൻഡ് അവരുടെ കേക്ക്സ് ഒന്നും ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് ഞാൻ ഒരെണ്ണത്തിൻ്റെ റെസിപ്പി ചോദിച്ചു എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ബട്ട് അവരുണ്ടല്ലോ കുത്തിയിരുന്ന് എഴുതി ഒരു പേപ്പറിൽ എനിക്ക് ഇങ്ങനെ ഈ റെസിപ്പി കൊണ്ടുവന്ന് തന്നു. ബട്ട് എന്തെങ്കിലും ഞാനിത് ട്രൈ ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. സിന്നമൺ റോൾസ് തന്നെ, അത് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെ അവരതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അനു ചെന്ന് ഉടനെ വാങ്ങിച്ചിട്ട് അവൾ അടിപൊളിയായിട്ട് റിവ്യൂ പറയുകയും ചെയ്യും, ഫീഡ്ബാക്ക് ഒക്കെ അപ്പം തന്നെ പറയും, സൂപ്പറായിരുന്നു, അതങ്ങനെ ആ ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്ത് കൊണ്ടുതരാൻ. ഞാൻ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ എഗ് പഫ്സ്, മോമോസ്, കട്ട്ലേറ്റ്, മോമോസ് നമ്മുടെ അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ കട്ട്ലേറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാനും കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്കും അതൊക്കെ ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പോലെയാണ് പുള്ളിക്കാരത്തി, ക്ലോസ് ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങൾ അനുവിൻ്റെ സ്വിമ്മിങ്ങിന്, ആ അനുവിനെ സ്വിമ്മിങ്ങിന് വിട്ടിട്ട് ഞങ്ങൾ സ്ഥിരം കോഫി കുടിക്കാനൊക്കെ പോയി കറങ്ങി അടിച്ചൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ ആ സമയത്ത്. എന്നിട്ട് സ്വിമ്മിങ് ക്ലാസ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വരും എല്ലാ ദിവസവും, എല്ലാ സൺഡേയ്സും സ്ഥിരമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി തന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ചേക്കാം, എന്തായാലും ഞാൻ അത് ഉണ്ടാക്കും. പക്ഷെ നല്ല മെനക്കെട്ട പണിയാണ് കേട്ടോ. അവർ ഇത് ചില ഈ റെഡ് ബീൻസ് പേസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു സാധനമൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഇതിനകത്ത് എന്നിട്ട് കൊണ്ട് തരുന്നതിൻ്റെ ഒരു ഇത് കാണണേ. പുള്ളിക്കാരത്തി മറ്റേ പേപ്പറിലുള്ള പാക്കറ്റ്സ് ഇല്ലേ, അത് വാങ്ങി അതിനിങ്ങനെ ശരിക്കും കടയിൽ നിന്ന് വാങ്ങണ പോലെ മറ്റേ സാധനമൊക്കെ വെച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ കടയിലൊക്കെ വാങ്ങത്തില്ലേ, അതുപോലെ നമ്മൾ ആ പേപ്പർ കീറിയിട്ട് വേണം അതെടുത്ത് കഴിക്കാൻ. ആ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന അത്രയ്ക്കും ഡെഡിക്കേഷനാണ് പുള്ളിക്കാരത്തേക്ക് ബേക്കിങ്ങിൽ. അവരെപ്പോഴും പറയും, അവർ HR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു HR ആയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഒരു കഫേ ഓപ്പൺ ചെയ്തേനെ, ഞാൻ ബേക്കിങ്ങിൽ ആരെങ്കിലും ഒക്കെ ആയേനെന്നൊക്കെ പറയും. അത്രയ്ക്കും അടിപൊളിയാണ് അവരുടെ ഫുഡൊക്കെ. അതേപോലെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ക്രൊയേഷ്യയിലുള്ളവരാണ്. ഒരു തവണ അവരൊരു ബർത്ത്ഡേ പാർട്ടിക്ക് ഫുഡ് കൊണ്ട് തന്ന് എൻ്റെ കിളി പോയി. ഇതിന് മാത്രം സാധനങ്ങളോ എന്ന് ഞാൻ വെച്ചാൽ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മീറ്റ്, ബീഫ്, ചിക്കൻ, അത് കേക്ക്, സ്റ്റേക്ക് എല്ലാം ഉണ്ട്. കുറേ ഉണ്ടായിരുന്നു സാധനം. ഇത്രയും ഞങ്ങൾ കഴിക്കാനോ എന്ന് വിചാരിച്ചു. അത്രയ്ക്കും സാധനങ്ങൾ കൊണ്ടുതരും. അവർ വർക്ക് ചെയ്യുന്നത് അനുവിൻ്റെ കിൻഡർ ഗാർഡനിലായിരുന്നു. അവിടുത്തെ ഷെഫാണ് പുള്ളിക്കാരത്തി. ലൈക്ക് അവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുന്ന ലേഡിയാണ് അവർ. സോ ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ചിമ്നി ഉണ്ട്. ഇത് ചിമ്നിയാണ്. നാട്ടിൽ നിന്ന് എൻ്റെ
അനിയത്തിയുടെ കുഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ചോദിക്കും എന്തിനാ ഭീമ ഇങ്ങനെ മറ്റേ ടി വി കൊണ്ടുവന്നു ആദ്യം ചോദിക്കായിരുന്നു. ടി വി കൊണ്ടുവന്ന് എന്തിനാ ഇതിവിടെ വെച്ചേക്കുന്ന കിച്ചണിൽ പറയും ഇത് ടി വി അല്ല ഇത് ചിമ്മിയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഹോളിലോട്ട് ഇറങ്ങാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. 2 വഴി കൂടി നമുക്ക് ഇറങ്ങാൻ പറ്റും. ബട്ട് നമ്മളിത് കൂടുതലും ക്ലോസ് ചെയ്ത് കീപ്പ് ചെയ്യും. ബിക്കോസ് ഇവിടെ ഹ്യൂമിഡിറ്റി അല്ല, ഇവിടെ ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യൻ മസാലയുടെ മണമൊക്കെ നമ്മുടെ ഇതിൽ വരും, ജാക്കറ്റിലൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ജാക്കറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ അതൊരു ഇതാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളിതിങ്ങനെ ക്ലോസ് ചെയ്ത് കീപ്പ് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഒരു സ്ഥിരം ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ല, ഫുൾ ഇതാക്കിയിട്ടേക്കുവാണ്, കുക്കിംഗ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നിരുന്നുകൊണ്ട് ജാക്കറ്റ് ഇല്ലാത്ത സീസണിൽ, അതായത് ഇപ്പോൾ സമ്മറാണല്ലോ, അപ്പം നമുക്കത് സുഖമായിട്ട് തുറന്നിടാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം കാണിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഗ്രീൻ കുപ്പികൾ കാണാം. ഇതെല്ലാം ടാറ്റ ടീ പ്രീമിയം എന്ന് പറയുന്ന ചായയുടെ ഡപ്പകളാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളൊരു ബ്രാൻഡിൽ എത്രത്തോളം ലോയലാണെന്നുള്ളത്. എല്ലാം ഇട്ട് വെച്ചേക്കുന്നത് ഇതിനകത്താണ്. മക്കാനയാണേലും എല്ലാം. ഇതിന് മാത്രം ചായ കുടിച്ചിട്ടുണ്ടോ ചോദിക്കുക. ഇത് 4 വർഷത്തെ കളക്ഷനാണ്, 4-4.5 വർഷത്തെ കളക്ഷനാണ്. പിന്നെ നമ്മൾ ഈ ചായയുടെ ബ്രാൻഡ് മാറ്റിയിട്ടില്ല. ഇതൊരെണ്ണമായിട്ട് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മാറി ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. കിട്ടുന്നതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. ചിലപ്പോൾ കാര്യം തേയിലയ്ക്കൊക്കെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇതിൽ നാട്ടിലൊരു 300 രൂപ കിട്ടുന്ന ചായപ്പൊടിയുള്ള നമ്മൾ 1600-2000 രൂപ കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പം നമുക്ക് പിന്നെ വാങ്ങി ട്രൈ ചെയ്തോ അത് കൊള്ളത്തിൽ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ വേറെ വാങ്ങാം എന്നുള്ള ഓപ്ഷന് നമ്മൾ അധികം ചെയ്യില്ലല്ലോ. ഇനീഷ്യൽ ഡേയ്സ് നമ്മൾ താജ്മഹാലൊക്കെ ട്രൈ, പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ടില്ല. ആ ഒരു സാധനം തന്നെ കറക്റ്റായിട്ട് ചെല്ലുന്നു, ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നു, നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും ഒരു 3-4 കുപ്പി ചായപ്പൊടി അതിങ്ങ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത ചായപ്പൊടിയുടെ കുപ്പികളാണിത്. ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട്. ഞാനും കൂടെ ചായ കുടിച്ചിരുന്നെങ്കിൽ ഞാൻ ചായ നിർത്തിയിട്ട് 3 വർഷമായി. അതെ അതൊരുപാടുണ്ട്. ഇതിപ്പോ 3 വർഷമായിട്ട് ഞാൻ ചായ കുടിക്കുന്നില്ല. ചായ കുടിച്ചിരുന്നെങ്കിൽ ഇത് 2 തട്ട് ഫുള്ള് നിറഞ്ഞേനെ. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചായ. ബിക്കോസ് ഓഫ് മിൽക്ക് അലർജി ഞാനിപ്പോൾ ചായ കുടിക്കുന്നില്ല. അപ്പം ഇത് അപ്പോൾ ഫുൾ ഗ്രീൻ കളർ കുപ്പി. പക്ഷെ അത് കളയാനും തോന്നിയില്ല. കുറേയൊക്കെ നമ്മൾ കളഞ്ഞു, കുറേ വാങ്ങി. വേറെ കുപ്പികളൊക്കെ ഇവിടെ ഇല്ലെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഇങ്ങനെ സാധനം ഇട്ട് വെച്ച് കാണാൻ ഒരു രസം. അതുപോലെയാണ് ഇത്. എൻ്റെ വെളിച്ചെണ്ണ കുപ്പികളാണിത്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ DM എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ജർമ്മൻ സ്റ്റോറിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് വെളിച്ചെണ്ണയാണ് എന്ന്. അത് വെറുതെ പറഞ്ഞതല്ല. ഞാനിവിടെ ഇങ്ങനത്തെ കുപ്പി എനിക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഇതുപോലെ കളയാൻ നല്ല ഗ്ലാസ് കുപ്പിയല്ലേ, അപ്പം കളയാൻ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇതിനകത്ത് ഇട്ട് വയ്ക്കും. നട്ട്സും സീഡ്സും എല്ലാം. ഇത് ആ ഒരു സെക്ഷനാണ്. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇട്ട് വെക്കും. അപ്പം ആ ഒരു കുപ്പി കളയണ്ടല്ലോ. കാര്യം കുപ്പി കൊണ്ടുപോയി കളയുമ്പോൾ വിഷമം വരും. നല്ല കുപ്പിയാണ്, കാണാൻ നല്ല നല്ല രസമായിട്ടുണ്ടാവും ഇങ്ങനെ. അപ്പോൾ അത് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് എല്ലാം ഇതിനകത്ത് ഇട്ട് വയ്ക്കും. പിന്നെ ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഫ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ അവനും ചെറിയൊരു ഗ്രിൽ അവനും പിന്നെ നമ്മളിവിടെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്ന ഒരു പാർട്ടുണ്ട്, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടിട്ട് വാങ്ങിയൊരു സാധനമാണ്. അതുവരെ നിങ്ങൾ ജർമ്മനിയിലുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു ജഗ്ഗിലാണ് എല്ലാവരും വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതിനകത്ത് കൂടിപ്പോയാൽ ഒരു 1.5 ലിറ്റർ വെള്ളം കൊള്ളത്തുള്ളൂ. ഇതിനകത്തൊരു 9 ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് അവർ പറയുന്നത്. 9 ഇല്ലെങ്കിൽ ഒരു 5-6 ലിറ്റർ വെള്ളം കൊള്ളും. ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ ഒരു ദിവസത്തേക്കുള്ള വെള്ളം ഇതിനകത്ത് വെച്ചാൽ മതി. മറ്റാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്യാൻ മടിച്ചിട്ട് വെള്ളം കൂടി കുറയും. ഇതാകുമ്പോൾ രാവിലെ എണീറ്റ് ഫുള്ള് ഫില്ല് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ രാത്രി ഫില്ല് ചെയ്ത് വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൈപ്പും ഉണ്ട്. ഇതാകുമ്പോൾ പിള്ളേരും വെള്ളം കുടിക്കാൻ മടി വിചാരിക്കില്ല. അതെടുത്ത് കമത്തുമ്പോൾ സാധനം എല്ലാം കൂടെ അങ്ങ് പോരും. അപ്പം ഇങ്ങനെ വെള്ളം എടുത്ത് നമുക്കിങ്ങനെ കുടിക്കാം. പിന്നെ കെറ്റിലും ഒക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സാൻഡ്വിച്ച് മേക്കറും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് എയർ ഫ്രയറും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എയർ ഫ്രയറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുക്കിങ്. അപ്പോൾ എയർ ഫ്രയറും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ TV. ഈ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരു കുറേ ചുമ്മാ സമാധാനത്തിനെങ്കിലും വേണ്ടി വെറുതെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുന്ന സാധനം. അത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വർക്ക് ചെയ്യുവാണെങ്കിലും ഇതിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വല്ല നന്ദഗോവിന്ദം ഭജൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു രസമാണ്. അതുകൊണ്ട് അത് ഇവിടെ അതിനൊരു ചെറിയ യൂണിറ്റ്. ഇത് നമ്മൾ TV ഒക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു യൂണിറ്റും നമ്മൾ വാങ്ങിയത് അല്ലേ, പോയി എടുത്തിട്ട് വരുന്നത് ഓർമ്മയുണ്ട് അല്ലേ? അതെ. ഈ TV പക്ഷെ പുതിയതാണ്. നമ്മളിവിടെ വേറെ TV വാങ്ങിച്ച് അതിനൊന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ച് അത് മുഴുവൻ പോയിട്ട് പിന്നെ ഇത് 2ാമത് വാങ്ങിച്ച TV ആണ്. ബട്ട് അത് അവർ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ റീപ്ലേസ് ചെയ്യുന്നു.
പിന്നെ ഇത് മറ്റേ വാക്കിംഗ് പാഡാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇത് ഇവിടെ എടുത്തിട്ടിട്ട് നമ്മൾ ചുമ്മാ നടക്കും. ട്രെഡ്മില്ലിന് പകരം യൂസ് ചെയ്യുന്ന സാധനം ജിമ്മിൽ പോയില്ലെങ്കിൽ. ഇത് നമ്മുടെ സുവനീസും പിന്നെ കുറച്ച് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ചെറിയ ഷോ കേസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക ഇതിന്? ഡിസ്പ്ലേ ഷെൽഫ് എന്ന് പറയാം. ഐക്യയുടെ പെട്ടിയോ? ഐക്യയുടെ ബില്ലിയാ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇത് ജസ്റ്റ് ഓണത്തിൻ്റെ ഇവിടെ ചെറിയ രീതിയിലൊരു പൂജ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, വലുതായിട്ടൊന്നുമില്ല. ആൻഡ് ഇതൊക്കെയാണ് ഞങ്ങൾ എല്ലാ കൺട്രീസിലും പോകുമ്പോൾ വേറൊരു ശീലം. മാഗ്നറ്റിനൊപ്പം ഈ ഒരു ഗ്ലോബ് കളക്ട് ചെയ്യും. അത് മിക്ക സ്ഥലത്തുനിന്നും ഉണ്ടാവും. ഇതെല്ലാം ഇവിടെ അഖിലിൻ്റെ കളക്ഷനാണ്. ഇതൊരെണ്ണം മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, പക്ഷേ ഇത് ഭയങ്കര വലുതായിപ്പോയി. ബാക്കിയുള്ളത് വെച്ച് കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സൈസ് നോക്കുക, എനിക്ക് ആ സൈസിൻ്റെ ഓർമ്മ പോലും പോയില്ല. ഞാനിങ്ങനെ പാരീസിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞൊരു ഗ്ലോബ് വാങ്ങണേ നീ, ഞാൻ എപ്പുറത്ത് നിൽക്കുക ആ കടയിലുണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞു. ഞാൻ പോയി മേടിച്ചുകൊണ്ടൊന്ന് സൈസ് ഇത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ സൈസ് ഇത്രയും, അത്രയ്ക്ക് മറന്നുപോയി. അപ്പോൾ അതാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതൊരു സെൻറ്റർ ഓഫ് ഞാൻ 2 തവണ പോയിട്ടുണ്ട് ഇവിടെ, അല്ലേ 2 തവണ പോയിട്ടുണ്ട്. സോ അതിൻ്റെ പേരിൽ ഒരു ഹൈലൈറ്റ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിക്കും. ആൻഡ് ഇപ്പം ഇവിടെ ഈ ഫോട്ടോസൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, ഇതൊക്കെ പ്രിൻ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രെയിമിൽ വെക്കുന്നതാണ്. കൃഷ്ണൻ്റെയും വിഷുവിന് വേണ്ടി ചെയ്ത, ഇത് പൂജവെപ്പിന് ചെയ്ത, അങ്ങനെ ചെറിയ രീതിയിൽ ഉള്ളത്. ഇത് നമ്മൾ വത്തിക്കാനിന്ന് വാങ്ങിയതാണ്. വത്തിക്കാനിന്ന് ഒരു എന്താ പറയുക, ഒരു പ്രഷ്യസ് ഐറ്റം പോലെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ ഇതെപ്പോഴും നമ്മളിവിടെ വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും നമ്മൾ ഓരോ കൺട്രിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സ്ലൊവേനിയയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് നമ്മൾ മയോർക്ക, സ്പെയിനിലെ ഒരു ഐലൻഡ് മയോർക്കയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. എനിക്ക് മാറിപ്പോയി. അതിൻ്റെ ഇത് നമ്മൾ ഈ മറ്റേ ടേബിളിലൊക്കെ ഹോട്ട് ഡിഷൊക്കെ വെക്കാനുള്ളതാണ്. പക്ഷേ ഇതിലെങ്ങനെ ഹോട്ട് ഡിഷ് വെക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. മിക്കവാറും ഞാനിത് എവിടെയെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വല്ലതും വെക്കാനാണ് എനിക്കിഷ്ടം. സോ അങ്ങനെ വല്ലതും ചെയ്യണം നമുക്ക്. എല്ലാം ഇങ്ങനെ സുഷ് വെക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പിസയിൽ പോയപ്പോൾ വാങ്ങിയ ഇത് നെതർലാൻഡ്സ്. ഇതൊരു ഷാർപ്നറാണ്. അയ്യോ, കഴിഞ്ഞ ദിവസം ഷാർപ്നർ തപ്പി അപ്പോൾ ഈ ഷാർപ്നറിൻ്റെ അരി മറന്നുപോയല്ലേ. ഇത് അതുപോലെ ഷൂസ്, അവിടുത്തെ അറിയാമല്ലോ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആരുടെയെങ്കിലുമൊക്കെ. ടൂലിപ്പിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ. ഇത് പിസ്സ. ഇത് അങ്ങനെ. ഇത് നമുക്ക് ക്രിസ്മസിന് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് അന്നുവിന്. ഇത് ഞങ്ങളുടെ കുഞ്ഞ് എന്താ പറയുക, തിരുകുടുംബം അല്ലേ? തിരുകുടുംബം അല്ലല്ലോ, ഇത് നേറ്റിവിറ്റി സെറ്റ്. ഇത് നമ്മുടെ പുൽക്കൂടിലൊക്കെ വെക്കുന്നതാണ്. നല്ല ക്യൂട്ടായിട്ട്. ഇത് എവിടെയോ ഓഫീസ് ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ക്രിസ്മസിന് മുന്നേ ആയിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിച്ച് അത് കൊണ്ട് വെക്കണം അവിടെ. അതുപോലെ തന്നെ ഗ്ലോബ്സ്. ഇതൊക്കെ ആരുടെയെങ്കിലും ഗിഫ്റ്റ്സ് ആയിരിക്കും. ഇത് ആദ്യമായിട്ട് ഡിസ്നി ലാൻഡിൽ പോയപ്പോൾ അന്നിന് വാങ്ങിയ സാധനമാണ്. ഇതും അങ്ങനത്തെ ഇതാണ്. പിന്നെ ഇത് ക്രിസ്മസിന് മേടിച്ചത് ആരുടെയും ഗിഫ്റ്റ്സും സുവനീസും ആണ് ഈ ഒരു ഷെൽഫ് മൊത്തം. എക്സെപ്റ്റ് നമ്മുടെ ചെറിയൊരു പൂജ സെറ്റപ്പ്. ഇത് ഒക്ടോബർ ഫെസ്റ്റിൻ്റെ ബിയർ ജാറെന്ന് പറയാം. ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു. ബിയർ ജാറാണിത്. ഇതിൻ്റെ ഒരു 2 liters ഓഫ് ബിയർ ഇതിനകത്ത് കൊള്ളും അല്ലേ? 1 liter ആണോ? 1 liter ഓഫ് ബിയർ ഇതിനകത്ത് കൊള്ളും, 2 liters അല്ല. സോ ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോസിൽ, ഒക്ടോബർ ഫെസ്റ്റ് വീഡിയോസ് നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുറേ സാധനങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ലേഡീസൊക്കെ ഇങ്ങനെ ഒറ്റ ഇതിലും പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. ഇവിടെ ഒരെണ്ണം എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവരെന്തോ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഇവിടെ ഉള്ള ഗ്ലൂ വൈൻ ഫെസ്റ്റ് ഉണ്ട്. ലൈക്ക് ഇങ്ങനെ ഒരു വിൻ്റർ സമയത്ത് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കും. എനിക്കത് ഓർത്തിട്ട് തന്നെ ഭയങ്കര സന്തോഷം. ആ ഒരു സാധനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ അവർ ഒരു ചൂടായിട്ടുള്ള വൈൻ, നല്ല തണുപ്പായിരിക്കുമല്ലോ, ചൂടായിട്ടുള്ള വൈൻ, ആൽക്കഹോൾ ഫ്രീ ഉണ്ട്, ആൽക്കഹോളുണ്ട്. ഇത് ആൽക്കഹോളിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഫില്ല് ചെയ്ത് തരുന്ന ഒരു ഗ്ലാസ്സാണിത്. അപ്പോൾ ഇത് കപ്പാണിത്, സോറി മഗ്ഗാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതും കൂടി മേടിച്ചു. അവർ തരുന്നത് നമുക്കിത് വാങ്ങാനും പറ്റും. സോ അതും കൂടി മേടിച്ചു. അങ്ങനത്തെ സാധനമാണിത്. ഇതൊക്കെ നമ്മുടെ ക്രിസ്മസിൻ്റെ സാധനത്തിലൊരു വീടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നും കറയല്ല കേട്ടോ, ഇതൊക്കെ അതിൻ്റെ ഒരു ടെക്സ്ചറാണ്. ഇതും എവിടെയോ പോയപ്പോൾ, എനിക്ക് തോന്നുന്നു എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഫ്രാങ്ക്ഫർട്ടിലോ എവിടെയോ ഏതോ ഷോപ്സിലൊക്കെ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. പിന്നെ ക്യാൻഡിൽസൊക്കെ എൻ്റെ
കളക്ഷനാണ്. അതൊന്നും ഇവിടെ ആർക്കൊരു വിലയില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്ന് താഴെ വെച്ചേക്കുന്നു. അത് ഞാനിനി പൊടി തട്ടി എവിടെയെങ്കിലുമൊക്കെ അവിടെ വെക്കും. അങ്ങനെ അതെല്ലാം കൂടെ പറക്കി കൊണ്ടുവന്ന് ഇതിനടിയിൽ വെക്കും. അങ്ങനെയാണ് സ്ഥിരം നടക്കുന്നത്. സോ യാ, ദിസ് ഈസ് അവർ ഷോ ഷെൽഫ്, ഡിസ്പ്ലേ ഷെൽഫ്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ നമ്മളിത് നല്ല ഡെക്കർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം എന്നൊക്കെയാണ് വെക്കുവാണ് ചെയ്തിരുന്നത്. ബട്ട് ഇവിടെ അന്നുവിൻ്റെ ഡ്രോയിങ്ങും വരപ്പും അതിൻ്റെ ക്രാഫ്റ്റും എല്ലാം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ എല്ലാം അവളുടെ സാധനങ്ങൾ, അവളുടെ വരയും കുറിയും എല്ലാം ആണ് ഇതിനകത്ത് മുഴുവൻ. അപ്പോൾ ഈ ഷെൽഫിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങ് എടുത്ത് മാറ്റി അവൾ തന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് ഇവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കും. സോ അവളുടെ ഇഷ്ടം, അവൾ ചേട്ടാ എന്ന് വിചാരിച്ചു. സോ ഇത് ഞങ്ങളുടെ കൗച്ച്. കുറച്ച് പഴയതായി, കൗച്ചാണ് കൂടുതലും യൂസ് ചെയ്യുന്നതായതുകൊണ്ടായിരിക്കാം ഇത് കുറച്ച് പഴയതായി. എന്നാലും ഭയങ്കര കംഫിയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ടിരുന്നാലും അങ്ങ് കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു കൗച്ചാണിത്. ആൻഡ് ഇവിടെ കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്ന്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അന്നു വരയും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു കാർപ്പറ്റ് വാങ്ങിച്ചിടാൻ തീരുമാനിച്ചു. ബിക്കോസ് ഇത് വുഡൻ ഫ്ലോറാണ്, റിയൽ വുഡൻ ഫ്ലോറാണിത്. അപ്പം ഒരു കാർപ്പറ്റ് വാങ്ങിച്ചു. അപ്പം നമുക്ക് അന്ന് എനിക്കിവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. ലൈക്ക് അത് പറഞ്ഞ കോമഡിയാണ്. ഇവിടെ ഇടയ്ക്കിൽ പോയപ്പോൾ ഒരു വാഴ ഐ ഡോണ്ട് നോ എത്ര യൂറോയ്ക്കാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു വാഴ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒരു വാഴ കൊണ്ടുവന്ന് ഡെക്കറിന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാഴ അത്രയും ദിവസം നിന്നില്ല. ഞാൻ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് പോട്ട് മാറ്റി വെച്ചപ്പോഴേക്കും അത് ഇതായിപ്പോയി. അപ്പോൾ ആ ഒരു വാഴ കുറേ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആ വാഴയോട്ട് മാച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വാഴയിലയുടെ പ്രിൻ്റുള്ള ഒരു കാപ്പറ്റാണ് നമ്മൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. അപ്പം അത് ശരിക്കും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് വാഴയിലയുടെ ഒരു ചെറിയ ഒരു പ്രിൻ്റാണ് അതിനകത്ത് ഉള്ളത്. അപ്പം ഇതിനിയൊന്ന് ഫുൾ ഇത് ചെയ്യണം. ഇപ്പോൾ കുറച്ച് കുളമായിട്ടിരിക്കുക. ബട്ട് സ്റ്റിൽ അതൊരു രസമായിരുന്നു. ഒരു വാഴ അവിടെ, വാഴയിലയുടെ കാർപ്പറ്റ് ഇവിടെ. കളറൊന്നും അതല്ല, ബട്ട് സ്റ്റിൽ അത് രസമായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നപ്പോൾ ഒരു കേരള തനിമയൊക്കെ വരുമായിരുന്നു. എല്ലാം വാഴ നിനക്ക് ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇവിടെ നോർമൽ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വാഴ ഡെക്കർ ചെയ്യാനായിട്ട് കിട്ടും. അതെനിക്ക് തോന്നുന്നു ഡെക്കറിന് വേണ്ടിയിട്ട് മാത്രമുള്ള വാഴ. ഞാൻ ഇവിടെ പല സ്ഥലത്ത് പോകുമ്പോഴും ഈ വാഴ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വാഴ എല്ലായിടത്തും കാണുമല്ലോ, നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ. ബട്ട് ഇത് ഡെക്കർ ചെയ്യാനായിട്ട് എൻ്റെ സ്കൂളിലും ഉള്ളിൽ അവർ കുറേ വാഴ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇൻഡോർ വാഴ കേട്ടോ, ഔട്ട്ഡോർ വാഴയല്ല, ഇൻഡോർ വാഴ. അപ്പോൾ ആ ഇൻഡോർ വാഴനെ ഞാൻ കുറച്ച് വെളിയിൽ കൊണ്ട് വെച്ചപ്പോഴേക്കും അത് ചത്തുപോയി. അതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. അതൊരു സാഡ് സംഭവമായിരുന്നു. ബട്ട് വാഴ പോയി, പകരം കാർപ്പറ്റുണ്ട്. സോ അതൊരു ഓർമ്മയായി. ഇപ്പം എനിക്ക് പറയാനൊരു കഥയായി അല്ലേ, വാഴ വാങ്ങിച്ച് അതുപോലെ ഈ കാർപ്പറ്റ് കാണുമ്പോൾ എനിക്ക് ആ വാഴ ഓർമ്മ വരും. അപ്പോൾ അതങ്ങനെ അതത്രയാണ് നമ്മുടെ ഈ ചെറിയ വീട്ടിലുള്ളത്. ഞങ്ങൾ 3 പേര് മാത്രം താമസിക്കുന്ന ഞങ്ങളുടെ വീടാണിത്. അതായത് ഞങ്ങളുടെ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റാണിത്. ആൻഡ് ഇവിടെ തന്നെയാണ് എൻ്റെ പാരൻസ് വന്നപ്പോൾ, അഖിലിൻ്റെ പാരൻസ് വന്നപ്പോൾ ആൻഡ് അനീത്തയുടെ ഫാമിലി വന്നപ്പോൾ എല്ലാവരും കൂടി ഇവിടെ തന്നെയാണ് നമ്മൾ താമസിച്ചത്. അതിന് മാത്രമുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ലൈക്ക് ഇങ്ങനെ മറ്റേ ഇവരുടെ ഒരു ഇതുണ്ടല്ലോ, റൂൾ ബുക്ക്, അങ്ങനെ ഒരു അതെ, അവരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷനൊക്കെ ഇട്ടിട്ട് അവർ ഈ ഒരു അക്കോമഡേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തരുള്ളൂ. അപ്പോൾ അതിനുള്ള സ്പേസ് ഇവിടെ ഉള്ളത് കൊണ്ട് അവരത് തന്നു. നമ്മളിവിടെ ഈ സോഫയും ആ റൂമും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചു. വലിയ കുഴപ്പമില്ലായിരുന്നു. അത്ര വലിയൊരു സ്പേസ് കണ്ടീഷനൊന്നും ഇല്ലായിരുന്നു അല്ലേ. ബാത്റൂം മാത്രമായിരുന്നു ഒരു ശോകം. ഒരു ബാത്റൂമേ ഉള്ളൂ. ഇവിടെ മിക്ക വീട്ടിൽ പോയാലും ഒരു ബാത്റൂമുള്ളൂ. ഞാൻ ആകെ വേറൊരു ഫ്രണ്ട്, അവരുടെ വീട്ടിൽ മാത്രം 2 ബാത്റൂമൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് പേര് താമസിക്കുന്നൊരു രീതി അവർക്കില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവർ എന്താണെന്നറിയില്ല, ഇവർക്ക് എന്താ ബാത്ത് ടേസ്റ്റ് വെച്ചാൽ ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഹൈജീൻ റീസൺസ്. നമ്മുടെ നാട്ടിൽ പണ്ട് പുറത്ത് വെച്ച അതേ റീസൺ കാരണമാണ് ഇവരത് ഡിറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ കൺവീനിയൻസിന് വേണ്ടി അറ്റാച്ച് ചെയ്തു. ഹിയർ ദേ കെപ്റ്റ് ഇറ്റ് സെപ്പറേറ്റ്ലി. ഓക്കെ, അവർക്ക് പുറത്ത് വയ്ക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. അതെ, ഇപ്പം ഞാൻ നാട്ടിൽ പോകുമ്പം അവിടെ ഓരോ റൂമിലും ഓരോ ബാത്റൂം ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അന്നുവിനത് ഭയങ്കര അതിശയമാണ്. ഓരോരുത്തർക്കും ഓരോ ബാത്റൂമോ, ഒരു വീട്ടിൽ 4 ബാത്റൂമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോഴും പറയും, ഉയ്യോ ലക്ഷറി, ഓരോ വീട്ടിൽ 4 ബാത്റൂം. പാവം, നമുക്ക് റൂമിലോ അവനവന് ഓരോ ബാത്റൂമാണ്. പണ്ട് മുതലേ എങ്ങനെ ആയതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അവൾക്കത് വലിയ അതിശയമാണ്. അങ്ങനെയാണ് അവളുടെ കഥ. ലൈക്ക് അങ്ങനെയാണ് ഇവിടുത്തെ ബാത്റൂം സ്റ്റോറി. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഈ ഒരു ഹോം ടൂർ ഒന്ന് ചെയ്യണം എന്ന്. ബിക്കോസ് ഒരുപാട് പേര് ഇവിടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഫാമിലിക്ക് വേണ്ടിയിട്ടെങ്കിലും ചെയ്യണം എന്ന് തോന്നും. കാര്യം മിക്കവരും ചോദിക്കുമ്പോൾ ഒക്കെ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്, ആർക്കൊന്നും മനസ്സിലാവില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എ സിയുടെ കാര്യമൊക്കെ, അപ്പോൾ അതുപോലെ എ സി ഒന്നും ഇല്ല, ഫാനും ഇല്ലേ, എ സിയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാർക്കും മനസ്സിലാവില്ല. ഇപ്പം ഫാനൊന്നും ഇല്ല, ഒരു വീട്ടിൽ നമ്മൾ 2 ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇനി ഇവിടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ ഫാൻ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ മേടിച്ച് വെക്കണം. കാര്യം ഫാൻ നമ്മൾ ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ. ഇത്തവണയാണ് ഈ ഓഗസ്റ്റിലൊക്കെ ചൂട്. ലാസ്റ്റ് ടൈമൊക്കെ ഓഗസ്റ്റിൽ നല്ല തണുപ്പായിരുന്നു. അപ്പം ജൂലൈയും ഓഗസ്റ്റ് ഇത്തവണ ഭയങ്കര ചൂടായിരുന്നു. ജൂണിലും നല്ല ചൂടായിരുന്നു. ഓഗസ്റ്റിൽ അപ്പം നമുക്ക് ഈ ഫാനിൻ്റെ ആവശ്യം വരില്ല. ഞങ്ങളിവിടെ താഴെ കെല്ലർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി പറയണം എന്ന് വെച്ചു. കെല്ലർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം നമ്മളിത് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ കൊണ്ടുവെക്കും. ഇവിടെ ഈ വീട്ടിൽ അധികം സാധനങ്ങൾ ഇങ്ങനെ നാട്ടിലെ പോലെ ഇരിക്കാത്തതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ ഫ്ലാറ്റിൽ മേ ബി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ കെല്ലാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇവർക്ക്. അതായത് ഓരോ അപ്പാർട്ട്മെൻറ്റിനും താഴെ ഒരു ക്ലോസ്ഡ് റൂം ഉണ്ടാവും. അതായത് എന്തെങ്കിലും തടി വെച്ചിട്ടോ അല്ലാണ്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ ലോക്കുള്ള ഒരു അണ്ടർഗ്രൗണ്ട് റൂമുണ്ട്. അണ്ടർഗ്രൗണ്ടോ ഫസ്റ്റ് ഫ്ലോറിലോ എവിടെയെങ്കിലും ഒക്കെ കാണും എല്ലാ അപ്പാർട്ട്മെൻറ്റിലും. ചിലർക്ക് പുറത്ത് കാണും. നമുക്ക് ഈ വീട്ടിൽ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമുക്ക് അവിടെ വയ്ക്കാം. സൈക്കിളിന് സെപ്പറേറ്റ് റൂമുണ്ട്. സൈക്കിളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ അതിന് വേറെ റൂമുണ്ട്. നമ്മുടെ ലോണ്ട്രിക്ക് താഴെ ഒരു റൂമുണ്ട് കേട്ടോ ആക്ച്വലി. പിന്നെ അവിടം വരെ പോയി ലോണ്ട്രി ചെയ്ത് അവിടെ വിരിച്ച് പിന്നെ പോയി എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ തന്നെ ലോണ്ട്രി നമ്മളിവിടെ തന്നെ ചെയ്യുന്നത്, നമ്മുടെ റൂമിൽ തന്നെ, അല്ലെങ്കിൽ ഇവിടെ ബാൽക്കണിയിലൊക്കെ വിരിക്കുന്നത്. അടിയിൽ ഒത്തിരി ഇതുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഒരു ദിവസം ഈ ഒരു അണ്ടർഗ്രൗണ്ടിൻ്റെ എന്തെങ്കിലും കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടർഗ്രൗണ്ടിൻ്റെ ഒരു ഫുൾ ഒരു ടൂർ പോലെ ചെയ്യാം. കാര്യം അങ്ങനെ പെർമിഷൻ പ്രശ്നമില്ലെന്ന് തോന്നുന്നു അവർക്ക്. ഒരുപാട് റൂംസ് ഉണ്ട് അവിടെ. ഒരു വാഷിംഗ് മെഷീൻ വെക്കാൻ ഒരു റൂമുണ്ട്, സൈക്കിൾ വെക്കാൻ ഒരെണ്ണമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഓരോ കെല്ലർ ഉണ്ട്. ആ കെല്ലറിനകത്താണ് നമ്മൾ ഇവിടെ ഉള്ള നമ്മുടെ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പെട്ടിയൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ നമ്മുടെ പഴയതായ ക്ലോത്ത്സ്, പിന്നെ ഈ വിൻ്റർ സമ്മർ ഇവിടെ അറിയാമല്ലോ, വിൻ്ററിന് ഇടുന്ന ഡ്രസ്സൊന്നും സമ്മറിൽ ഇടാൻ പറ്റില്ല. സമ്മറിൽ ഇടുന്ന ഒന്നും തന്നെ വിൻ്ററിലും ഇടാൻ പറ്റില്ല, ഇൻക്ലൂഡിങ് അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത്, നമ്മൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് ഓരോ ബാഗിനകത്താക്കി നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് താഴെ കൊണ്ട് വെക്കും. എന്നിട്ട് ഇവിടെ നിന്ന് സമ്മറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം മടക്കി പാക്ക് ചെയ്ത് ഇതുകൊണ്ട് അവിടെ വെച്ചിട്ട് അതെടുത്തോണ്ട് വന്ന് ഇവിടെ വെക്കും. ബിക്കോസ് നമുക്ക് തണുപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വിൻ്റർ സമ്മർ എന്ന് പറയുമ്പോൾ എല്ലാം മാറും. ഇടുന്ന ക്ലോത്ത്സ് മാറും, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ മാറും, നമ്മുടെ മേക്കപ്പ് മാറും, ലിപ്സ്റ്റിക് ഷെയ്ഡ് മാറും, കഴിക്കുന്ന ഭക്ഷണം മാറും, എല്ലാം മാറും. നമ്മുടെ ഹാബിറ്റ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവും. സമ്മർ ഇവിടെ വളരെ ഷോർട്ട് പീരീഡിൽ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. ആകെപ്പാടെ ജൂണിൻ്റെ പകുതിക്ക് ശേഷവും ജൂലൈയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ ചൂടാണ്. ഇപ്പം ഇന്ന് ഓഗസ്റ്റ് 19 ആണ്. ഇന്ന് നല്ല ചൂടുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്. പുറത്തിറങ്ങിയാൽ നല്ല, സാധാരണ ഈ ഒരു സമയമൊക്കെ ആകുമ്പം അത്യാവശ്യം ഒരു ഫാൾ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും ചൂടാണ്. ചൂട് എനിക്കെന്തോ നാട്ടിലെ ചൂട് പോലെ അല്ല ഇവിടുത്തെ ചൂട്, പൊള്ളിപ്പോവും. പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ എല്ലാം അവർ ചെയ്തേക്കുന്നത് ചൂടിനകത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇവിടെ എപ്പോഴും തണുപ്പാണല്ലോ. അപ്പോൾ അവർ ചൂട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ചൂട് വരുമ്പോൾ നമുക്കൊരു അവനിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. മൈക്രോവേവ് ചെയ്ത് വെച്ചാൽ കാര്യം ഭയങ്കരമായിട്ട് വൊമിറ്റിംഗ് വരും പോലെയൊക്കെ തോന്നും, വല്ലാത്ത ബുദ്ധിമുട്ട് വരും. നമ്മൾ അതനുസരിച്ച് തണുത്ത വെള്ളവും ചായയൊന്നും കുടിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ തോന്നും. അപ്പോൾ ചൂട് ഇച്ചിരി കഷ്ടമാണ് ഇവിടെ. അതാണ് എല്ലാവരും ഈ യൂറോപ്പിലെ ചൂട്. അപ്പം നാട്ടിലെല്ലാവരും വിചാരിക്കും ദുബായിലും സൗദിയിലൊക്കെ ചൂടാണല്ലോ, അപ്പോൾ പിന്നെ അവരൊന്നും ഇങ്ങനെ പറയുന്നില്ലല്ലോ എന്ന്. പക്ഷെ അവിടെയൊക്കെ എല്ലാ വീട്ടിലും എ സി ഉണ്ട്, അവർക്ക് അതനുസരിച്ചാണ് എല്ലാം ചെയ്തേക്കുന്നത്. കൺസ്ട്രക്ഷൻ വരെ ചൂടിനെ പ്രതിരോധിക്കാനായിട്ടായിരിക്കും ചെയ്തേക്കുന്നത്. ഇവിടെ ചൂടിനെ അബ്സോർബ് ചെയ്യാനായിട്ടാണ് എല്ലാവരും ചെയ്തു വെച്ചേക്കുന്നത്. ചൂട് അകത്ത് വന്നാൽ ഈ അകത്ത് ഹീറ്റർ എന്നുള്ള ചൂടൊന്നും പുറത്ത് പോകരുത്. അതാണ് ഇവരുടെ ഒരു കോൺസെപ്റ്റ്. ബിക്കോസ് തണുപ്പാണല്ലോ, അപ്പോൾ തണുപ്പും സഹിക്കാൻ പറ്റില്ലല്ലോ മിക്കവർക്കും. ഇവിടെ ഹീറ്റർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാവും റൂം മൊത്തം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ച് ഉണ്ട്. അപ്പം അങ്ങനെ വിൻ്റർ പ്ലസ് സമ്മർ ഇങ്ങനെ മാറി മാറി നമുക്ക് ആ കെല്ലറിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാം. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കെല്ലർ തന്നെയാണ്. ആവശ്യത്തിന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് അതിനകത്ത് വെക്കാം. ലൈക്ക് സ്ട്രോളർ, ഇപ്പോൾ പിള്ളേർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സൈക്കിൾസ്, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് നമുക്കതിനകത്ത് വെക്കാം. സാധനങ്ങളുടെ ബോക്സസ്. അപ്പോൾ നമ്മളിങ്ങനെ ടി വി ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ ബോക്സസ് ഉണ്ടാവുമല്ലോ. ലൈക്ക് നമ്മളിങ്ങനെ മറ്റേ വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാനായിട്ട് ആ ബോക്സസ് ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബോക്സസും അങ്ങനത്തെ കുറേ സാധനങ്ങൾ, നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പാക്കറ്റ്സ്, നമുക്ക് കളയാൻ മടിയുള്ള സാധനം ബട്ട് വീട്ടിനകത്തും വെക്കേണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി കെല്ലറിൽ വയ്ക്കും. സോ അങ്ങനൊരു സ്പേസ് ഇവിടെ വന്നതിന് ശേഷം അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ വീടുകളിലാണെങ്കിൽ പോലും
അണ്ടർഗ്രൗണ്ടിലോ അല്ലെങ്കിൽ അല്ലാതെ പുറത്തോ ഒക്കെ അങ്ങനെ ഒരു സ്പേസ് വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാര്യം നമ്മുടെ വീട്ടിൽ അത് വെച്ചാൽ പൊട്ട സ്ഥലം മറ്റേ ഉറുമ്പും ചെതലും ഒക്കെ ഉള്ള സ്ഥലമല്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമുക്ക് കൊണ്ടുപോയി സാധനങ്ങൾ വെച്ചാൽ വേറെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടെ സ്ഥലമുള്ളവർ കേട്ടോ അങ്ങനെ വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. സോ കെല്ലാർ, ആ കെല്ലാറും പിന്നെ ഒരു കാർ പാർക്കിങ്ങും കൂടെയാണ് നമുക്കുള്ളത്. അതാണ് അപ്പം ഞങ്ങളുടെ ജർമ്മനിയിലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ അനുവിൻ്റെ 4th 5th 6th 7th ബർത്ത്ഡേ, ഇനി 8th ബർത്ത്ഡേ ഇതെല്ലാം നടത്തിയിട്ടുള്ളത് ആൻഡ് നടത്താൻ പോകുന്നത്. ആൻഡ് ഞങ്ങളുടെ ആനിവേഴ്സറീസ്, എൻ്റെ ബർത്ത്ഡേസ്, അഖിലിൻ്റെ ബർത്ത്ഡേസ്, അഖിലിൻ്റെ പാരൻസ് വന്നപ്പോൾ അവരുടെ ആനിവേഴ്സറി, എൻ്റെ പാരൻസ് വന്നപ്പോൾ അവരുടെ ആനിവേഴ്സറി, ഇവിടെയല്ല ഞങ്ങളത് പുറത്ത് വെച്ച് ആഘോഷിച്ചു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെയൊക്കെ കുറേ മെമ്മറീസ് നമുക്ക് ഈ വീട്ടിലുണ്ട്. ലൈക്ക് നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഉണ്ടാവാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ നമ്മളിങ്ങനെ അവരിവിടെ വന്ന സമയത്തൊക്കെയാണ് പലതും ആഘോഷിച്ചൊക്കെ ആ ഒരു വിഷമമൊക്കെ നമ്മൾ ലൈക്ക് മാറ്റുന്നത്. ആൻഡ് അങ്ങനത്തെ കുറേ മെമ്മറീസ് ഈ വീട്ടിലുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, താമസിക്കുന്ന വീട്ടിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് ഞങ്ങളുടെ ഈ ഒരു ജർമ്മനി അപ്പാർട്ട്മെൻറ്റ് ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് കാണാം. സോ അതുവരെ ബൈ.